ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതുവത്സരത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമ്മൾ തിരുപ്പിറവി കൊണ്ടാടി അതിൻ്റെ 8-ാം നാളിലാണ് ഇന്ന്. നമ്മൾ പുതുവത്സരം ജനിച്ചതിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. സഭ ഈ ദിനത്തെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ എന്നാണ് വിളിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ പുതുവർഷത്തിൻ്റെ സന്ദേശം തരുന്ന 2 പ്രതീകങ്ങൾ, ഒന്ന് ജാനുസ്, 2 ദൈവമാതാവ്. നമുക്ക് നമ്മുടെ പുതുവത്സരത്തിൻ്റെ ആദ്യത്തെ മാസം ജനുവരി മാസമാണ്. ആ മാസത്തെ ജനുവരി എന്ന് വിളിക്കുവാനുള്ള കാരണക്കാരൻ ജാനുസാണ്. ഗ്രീക്ക് ഒരു റോമൻ ദൈവമാണ് ജാനുസ്. ഈ ജാനുസിന് 2 മുഖങ്ങളുണ്ട്. ഒരു മുഖം പുറകിലേക്ക്, ഒരു മുഖം മുന്നിലേക്ക്. അപ്പോൾ നമ്മൾ പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ 2 ഇടങ്ങളിലേക്ക് നോക്കേണ്ടതുണ്ട്. 2 ഇടങ്ങളിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നലെയിലേക്ക് നോക്കണം, നമ്മുടെ പുറകിലേക്ക് നോക്കണം. നോക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒത്തിരി നന്ദി പറയണം ദൈവത്തിന്. ഈ കഴിഞ്ഞ വർഷത്തിൽ ദൈവം നമ്മിലേക്ക് ചൊരിഞ്ഞ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം നാം ദൈവത്തോട് മാപ്പ് ചോദിക്കാനുണ്ട്. എന്തിനാണെന്നറിയാവോ? പല കാര്യങ്ങളും നമുക്ക് അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ട്, തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ ദൈവത്തെ മാറ്റിവെച്ച് മറുത്ത് ജീവിച്ച അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കുക. രൂപത്തിൽ നമ്മുടെ ഇന്നലകളിലെ എല്ലാ തിക്തതകളെയും വിട്ടുകളഞ്ഞ് നമുക്ക് നമ്മുടെ ഇന്നലകളെ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കണം. ഇന്നലെയിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മൾ ഇന്നലയുടെ പിടിയിൽപ്പെട്ട് കിടക്കും, ഭൂതത്തിൻ്റെ പിടിയിൽ. ഭൂതമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലകളാണ്. ആ ഭൂതമാണ് നമ്മിൽ കുറ്റബോധം ജനിപ്പിക്കുക, വിരോധം ജനിപ്പിക്കുക, ആസക്തികൾ ജനിപ്പിക്കുക, ദുഃഖം ജനിപ്പിക്കുക, ഭയം ജനിപ്പിക്കുക. ഒരു വിധത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന, അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളായി ഇവയൊക്കെ. ഇപ്പം നമുക്ക് പുതുവത്സരത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇന്നലെയിലേക്ക് നോക്കണം. നോക്കിയിട്ട് നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാം നന്നായിട്ട് ഓർക്കണം. വേറെ നന്ദിയോടെ ഓർക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെ നമ്മൾ വിമുക്തമാക്കണം. ക്ഷമ ചോദിച്ചുകൊണ്ടാകാം, ക്ഷമിച്ചുകൊണ്ടാകാം. ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ വിരോധത്തെ അകറ്റണം. ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മുടെ കുറ്റബോധത്തെ അകറ്റണം. എന്നിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് ഇന്നും എന്നും നിലനിൽക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം, ഓരോ ദിവസവും പുതുതായ ആ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് നമ്മുടെ ഭൂതത്തിൽ നിന്ന് നമുക്ക് വിമുക്തരാകണം. അതോടൊപ്പം ജാനുസിനെ പോലെ നമുക്ക് മുന്നോട്ട് നോക്കണം. നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രത്യാശയോടെ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കണം. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നലെ നോക്കി ദൈവത്തോട് നന്ദിയാൽ നിറയുക. നാളെയിലേക്ക് നോക്കി ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് പ്രത്യാശ ഭരിതരായി നമ്മൾ ജീവിക്കുക. നമ്മൾ ജീവിക്കേണ്ടത് ഇന്നാണ്. പലപ്പോഴും നമുക്ക് രൂപത്തിൽ സമയം എന്നുള്ള പ്രത്യേകമായ ദൈവത്തിൻ്റെ ദാനം, ആ ദാനം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനുള്ള അവസരമാണ് ഈ പുതുവർഷ ആഘോഷം. ദൈവം നമുക്ക് നമ്മുടെ കഴിവുകൾ തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് സമയം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ സമയം എന്നത്. അപ്പോൾ നമ്മുടെ സമയത്തെ നന്നായിട്ട് ശുദ്ധീകരിക്കാൻ, നമ്മുടെ സമയത്തിൽ പെടഞ്ഞ് പോകാതെ നമ്മുടെ ഇന്നലെ വിട്ട് നാളെയിലേക്ക് മുന്നേറാൻ നമ്മൾ ഇന്ന് ജീവിക്കണം. പലരും ഇന്നലെയിൽ കെട്ടപ്പെട്ട് കിടക്കുന്നു, പലരും നാളെയിലേക്ക് ഒളിച്ചോടുന്നു. അത് രണ്ടുമല്ല വേണ്ടത്. നമ്മൾ ഇന്നലെയിൽ നിന്ന് പാഠം പഠിച്ച് നാളെയിലേക്ക് പ്രത്യാശാഭരിതരായി സ്വപ്നത്തോടെ, പദ്ധതികളോടെ നമുക്ക് മുന്നേറാനായിട്ട് പറ്റണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ പുതുവർഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതല്ല ഏറ്റവും പ്രധാനം. ഒരു വിധത്തിൽ പിന്നെയോ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്.
ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി വ്യക്തമായും മനസ്സിലാക്കിക്കൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം തേടിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവശക്തിയിൽ ആശ്രയിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് മുന്നേറാനായിട്ട് സാധിക്കണം. ഈശോനാഥൻ തന്നെ അവതരിപ്പിക്കുന്നത് ഞാൻ ആൽഫയും ഒമേഗയും എന്നാണ്, ആദിയും അന്തവും. കർത്താവിൽ തുടങ്ങി നമ്മുടെ പുതുവർഷത്തിൻ്റെ അന്ത്യത്തിലേക്ക് നമുക്ക് മുന്നേറാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് തയ്യാറാകാം. അപ്പോൾ ജാനുവരിയിൽ ആരംഭിക്കുന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ മുന്നേറാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കാം. ദൈവത്തിൽ പൂർണ്ണമായ പ്രത്യാശ അർപ്പിക്കാം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് തയ്യാറാകാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, പ്രത്യാശ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് മുന്നേറാനായിട്ട് ശ്രദ്ധ വയ്ക്കാം. രണ്ടാമത്തെ പ്രതീകം ദൈവമാതാവ് എന്നുള്ളതാണ്. ഇന്ന് ദൈവമാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, 431 എഫേസുസ് സുനോദോസ് മാതാവിനെ തെയോത്തോക്കോസ് എന്ന് പറഞ്ഞു. അതായത് ദൈവത്തെ വഹിച്ചവൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമ്മ. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നറിയാവോ? ഈശോ യഥാർത്ഥ ദൈവം മാത്രമല്ല, യഥാർത്ഥ മനുഷ്യനുമാണ് എന്ന് പ്രത്യേകമായിട്ട് വിളംബരം ചെയ്യാൻ വേണ്ടിയാണ്, ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് മാതാവിനെ തെയോത്തോക്കോസ് എന്ന് പറഞ്ഞത്. നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിച്ചതിലൂടെ കർത്താവ് ദൈവമാണ്. എന്നാൽ സമയത്തിലോ കാലത്തിലോ ചരിത്രത്തിലോ അമ്മയിൽ നിന്ന് പിറന്നതിലൂടെ അവിടുന്ന് യഥാർത്ഥ മനുഷ്യനായി മാറി. സത്യദൈവവും സത്യമനുഷ്യനുമായ ഈശോയുള്ള നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുവാനാണ് പ്രിയപ്പെട്ടവരെ ഈ സംജ്ഞ എഫേസുസ് സുനോദോസ് അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഒരാൾ അമ്മയാകുന്നത് 2 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഒന്ന്, അവൾ കുഞ്ഞിനെ ഗർഭം ധരിക്കണം. 2, കുഞ്ഞിനെ പ്രസവിക്കണം. ഈ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാവോ? നമ്മിൽ നിറയാൻ കുഞ്ഞിനെ ഒന്ന് അനുവദിക്കുക. 9 മാസക്കാലം ആ സ്ത്രീ തൻ്റെ ഉദരത്തിൽ, തൻ്റെ ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തുക. കുഞ്ഞ് തന്നിൽ അങ്ങനെ നിറയാൻ, ഒരു വിത്ത് പോലെ തന്നിൽ വിതയ്ക്കപ്പെട്ടത് ഒരു ശിശുവിനെ പോലെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം തന്നിൽ നിറയാൻ കുഞ്ഞിനെ അനുവദിക്കുക. എന്നിട്ട് തന്നിൽ നിറഞ്ഞ കുഞ്ഞിനെ ലോകത്തിന് അനുഗ്രഹമായി നൽകുക. അതിനെയാണ് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗർഭം ധരിക്കുക, പ്രസവിക്കുക. ഈശോയുടെ അമ്മയാണ് മാതാവ് എന്ന് പറയുന്നതിലൂടെ മാതാവ് ഈശോയെ ഗർഭം ധരിച്ചുവെന്നും മാതാവ് ഈശോയെ പ്രസവിച്ചുവെന്നുമാണ് വെളിവാകുക. അതായത് തന്നിൽ നിറയാൻ കർത്താവിനെ അവൾ അനുവദിച്ചു. എന്നിട്ടോ തന്നിൽ നിറഞ്ഞ കർത്താവിനെ ലോകത്തിന് അനുഗ്രഹമായി നൽകി. പ്രിയപ്പെട്ടവരെ, ആ അമ്മയുടെ മക്കളായ നമ്മൾ ആ അമ്മയെ അനുകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ആ അമ്മയെപ്പോലെ നമ്മിൽ നിറയാൻ നമ്മൾ ഈശോയെ അനുവദിക്കണം. എന്നിട്ടോ നമ്മിൽ നിറഞ്ഞ ഈശോയെ ലോകത്തിന് അനുഗ്രഹമായി നൽകണം. അതാണ് നമ്മുടെ കടമ. ഈ പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷം മുഴുവനും നമുക്ക് കർത്താവിൽ വളരുവാൻ, നമ്മുടെ ഉള്ളിൽ കർത്താവ് നിറയാൻ ഉള്ള വലിയ അവസരമായി കാണാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ ലോകത്തിന് അനുഗ്രഹമായി, രക്ഷകനായി നമുക്ക് അവതരിപ്പിച്ച് കർത്താവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ നമുക്കൊക്കെ അങ്ങനെ തയ്യാറാകാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ദൈവമാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ആ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്താം. തിരുസഭയുടെ അമ്മയാണ് നമ്മുടെ ഈശോയുടെ അമ്മ. ആ അമ്മയെപ്പോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ക്രിസ്തുവിനാൽ നിറയപ്പെടാം. എന്നിട്ടോ നമ്മിൽ നിറഞ്ഞ ക്രിസ്തുവിനെ ലോകത്തിന് അവതരിപ്പിക്കുകയും ചെയ്യാം. പിതാവിൻ്റെ സ്നേഹം നുകർന്ന് വചനത്തെ ശ്രവിച്ചതിന് പ്രത്യുത്തരമേകി പരിശുദ്ധാത്മാവിനാൽ പൂരിതയായപ്പോഴാണ് മാതാവ് ഈശോയെ ഗർഭം ധരിച്ചത്. മംഗലവാർത്ത അനുഭവത്തിൽ നമുക്കും അതേപോലെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹം നുകരാം. ദൈവകൃപയാൽ നമുക്ക് നിറയപ്പെടാം. ദൈവം കൂടെയുണ്ട് എന്ന് നിരന്തരം ബോധപ്പെടാം. എന്നിട്ട് നിരന്തരം ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ഇഷ്ടവും ഗ്രഹിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവത്തിൻ്റെ വാഗ്ദാനം ശ്രവിച്ച് അതിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം.
വിശ്വസിച്ച് നമ്മെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി നമ്മെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി ഇതാ നിൻ്റെ ദാസി, ഇതാ നിൻ്റെ ദാസൻ, നിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം. അതേപോലെ തന്നെ മാതാവിനെ പോലെ ലോകത്തിന് കർത്താവിനെ നൽകുന്നവരായി നമുക്ക് മാറാം. നമ്മിലൂടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ ലോകത്തിൽ വീണ്ടും വീണ്ടും അവതരിക്കട്ടെ. നമ്മിലൂടെ ഈ ലോകത്തിലെ മനുഷ്യർക്ക് ദൈവസ്വരം കേൾക്കാൻ, ദൈവത്തെ കാണാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവർത്തനം അനുഭവിക്കുവാൻ, ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ സാധിക്കണം. ആ രീതിയിലാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പുതിയ വർഷം. നമുക്ക് നമ്മിലെ തണുത്തുപോയതിനെ എല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് ചൂടുള്ളതാക്കി മാറ്റാം. തളർന്നു പോയതിനെയെല്ലാം നമുക്കൊന്ന് ശക്തിപ്പെടുത്താം. പരിപെടുത്തു പോയതിനെല്ലാം ഒന്ന് മൃദുലമാക്കാം. ആ രീതിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നന്നായിട്ടൊന്ന് ക്രമീകരിച്ച് ദൈവസ്നേഹത്താലും ദൈവാത്മാവിനാലും ദൈവകൃപയാലും നിറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റി ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് തയ്യാറാകാം. ഈ പുതുവർഷം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം വലിയ അനുഗ്രഹത്തിൻ്റെ, വലിയ ഐശ്വര്യത്തിൻ്റെ അനുഭവമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സംരക്ഷണവും പരിപാലനയും കൃപാവരവും അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി നമുക്ക് ജീവിതത്തിൽ എന്നും മുന്നേറാം. മാതാവിനെ അമ്മയായി ലഭിച്ച നമുക്ക് അതിലൂടെ ആ അമ്മയിലൂടെ ജനിച്ച പുത്രനിലൂടെ നമ്മൾക്ക് ദൈവത്തിൻ്റെ മക്കളായി, ദൈവം നമ്മുടെ പിതാവായി എന്ന് രണ്ടാമത്തെ വായന വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിലോ അനുഗ്രഹമാണ്. കർത്താവ് നിൻ്റെ മേൽ കടാക്ഷിക്കട്ടെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുള്ള ഈ അഹ്റോനിലൂടെ വന്ന ആ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം പ്രിയപ്പെട്ടവരെ നമ്മിൽ നിറയട്ടെ. നമുക്ക് തിരുക്കുടുംബത്തോടൊത്ത് ജീവിതത്തിൽ മുന്നേറാം. ദൈവമാതാവിൻ്റെ വാത്സല്യവും സ്നേഹവും കരുതലും അനുഭവിച്ച് ദൈവമക്കളായി നമുക്ക് നിരന്തരം വളരാം. ദൈവാനുഗ്രഹം എവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പുതുവർഷം നമുക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ അവസരമാകട്ടെ. ആമേൻ.